സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ തൃശ്ശൂർ മേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനമാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, തൃശ്ശൂർ മേഖലയുടെ പ്രസിഡന്റ് KG ശശി, തൃശ്ശൂർ മേഖലയുടെ ട്രഷറർ TK മധു, തൃശ്ശൂർ മേഖലയുടെ ജോയിന്റ് സെക്രട്ടറി ഷിനിൽ ഗോപാലൻ, ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷന്റെ തൃശ്ശൂർ മേഖലയുടെ ട്രഷറർ ജോൺസൺ ജോർജ്, കേരളത്തിലെ സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ തൃശ്ശൂർ മേഖലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന സംഘാടകർ, ടീമുകൾ, റഫറിമാർ എന്നിവരെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ തൃശ്ശൂർ മേഖലാ സമ്മേളനം 2026 ജൂലൈ 26 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനായ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ചടങ്ങിൽ തൃശ്ശൂർ നിയോജകമണ്ഡലം MLA രാജൻ K പല്ലൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയാണ്. സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായി മുൻകാല ഇന്റർനാഷണൽ ഫുട്ബോൾ താരങ്ങളായ CV പാപ്പച്ചൻ, ജോപ്പോൾ അഞ്ചേരി എന്നിവരും തൃശ്ശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്യുന്നതാണ്. SFAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ സംഘടനാ റിപ്പോർട്ടും, സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഇളയെടുത്ത അഷ്റഫ് വളപട്ടണം, വാഹിദ് കുപ്പൂത്ത്, M സുമേഷ് കണ്ണൂർ എന്നിവർ ഉൾപ്പെടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. 2026-27 വർഷത്തെ ഈ ജില്ലകളിൽ നടക്കുന്ന ടൂർണമെന്റുകളുടെ ഷെഡ്യൂളിന് അംഗീകാരം നൽകുകയും 26-27 വർഷത്തെ നിയമാവലി, കഴിഞ്ഞ സീസണിൽ നടന്ന മികച്ച ഫുട്ബോൾ ടൂർണമെന്റ്, മികച്ച ടീം, മികച്ച കളിക്കാർ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും 2026-27 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. സമ്മേളനത്തിന്റെ നിയമാവലിയിൽ വെച്ച് കേരളത്തിലെ സെവൻസ് കളിക്കളങ്ങളിൽ കളിക്കുന്ന വിദേശ കളിക്കാരുടെ എണ്ണം നിജപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ പുതിയ സീസണിൽ എത്ര വിദേശ കളിക്കാർ കളിക്കും എന്നതിനെ സംബന്ധിച്ച് തൃശ്ശൂർ മേഖലാ കമ്മിറ്റിയുടെ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുന്ന പ്രവർത്തനം നടത്തുന്നതാണ്. അപ്പോൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പരിപാടിയിലേക്ക് മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും സെവൻ ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി, മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ മികച്ച തൃശ്ശൂർ മേഖലയിലെ മികച്ച ഫുട്ബോൾ ടീം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറമാണ് മികച്ച ഫുട്ബോൾ ടീം. അതോടൊപ്പം തന്നെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായ ജില്ലയിലെ ടീം പവർ ഡിപ്പോ തൃശ്ശൂരാണ്. അത് നമ്മൾ ഈ ഇവിടെ നടന്ന ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ ടൂർണമെന്റ് കളിച്ചത്, പിന്നെ മേഖലയിലുള്ള ടീമുകളിൽ നിന്ന് കേരളത്തിൽ നടന്ന ടൂർണമെന്റുകളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ ടീം, ആ കാറ്റഗറിയാണ് ഇതിന് തെരഞ്ഞെടുക്കാൻ മാനദണ്ഡം. ഒന്ന് തൃശ്ശൂർ മേഖലയിലെ മികച്ച ഫുട്ബോൾ ടീം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം. മേഖലയിലെ സംസ്ഥാനത്തെ മികച്ച പുരസ്കാരത്തിന് അർഹമായ ഫുട്ബോൾ ടീം പവർ ഡിപ്പോ തൃശ്ശൂർ. പിന്നെ തൃശ്ശൂർ മേഖലയിലെ മികച്ച ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി പുലരി പുത്തഞ്ചിറ ഫുട്ബോൾ കമ്മിറ്റി, പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുത്തഞ്ചിറ ഫുട്ബോൾ കമ്മിറ്റി. അതോടൊപ്പം തന്നെ മേഖലയിലെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായ ടൂർണമെന്റ് കമ്മിറ്റി പവർ ഹൗസ് അടിമാലി ഇടുക്കി. അല്ല, അവർക്കൊരു മെമന്റവും ഒരു അംഗീകാരവും. പിന്നെ ഈ മേഖലയിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ ബേസ് പെരുമ്പാവൂരിന്റെ
ടീം അംഗമായിട്ടുള്ള സന്ദീപ് തളിക്കുളം, മികച്ച ഡിഫൻഡർ ആൻഡർസൺ അങ്കമാലി, മികച്ച ഫോർവേഡ് ആന്റണി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, മികച്ച വിദേശ കളിക്കാരൻ ദോസോ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, എമർജിംഗ് താരം ഷിഹാസ് FC ഉഷ ടീം അംഗം, മേഖലയിലെ മികച്ച ടീം മാനേജർ ബിജു വർഗീസ് പോർഡിപ്പോ തൃശൂർ. ഇവർക്കാണ്. പിന്നെ നമ്മൾ ആദരിക്കുന്ന താരങ്ങളായി മുൻ സന്തോഷ് ട്രോഫി താരം CV സണ്ണി, മുൻ ഫുട്ബോൾ താരവും പോർഡിപ്പോ ടീമിലെ അംഗവുമായിരുന്ന സതീഷ് വില്ലടം, ബേസ് പെരുമ്പാവൂർ ഫുട്ബോൾ ടീം അംഗമായിരുന്ന MK സന്തോഷ് എന്നിവർ മികച്ച മുൻകാല താരങ്ങളായി ആദരിക്കും. അതെ അതെ. ഞങ്ങള് ഈ വർഷം ബഹുമാനപ്പെട്ട മിനിസ്റ്ററാണ് മിക്കവാറും ഞങ്ങളുടെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ വയനാട് വെച്ച് പങ്കെടുക്കുന്നത്. മിക്കവാറും ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങളുടെ ഫുട്ബോൾ ടൂർണമെന്റുകൾ സംസ്ഥാന സർക്കാരിനോട് ഒരു പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ തൂഫാൻ ഗവൺമെന്റിന്റെ ആ ക്യാമ്പയിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ ടൂർണമെന്റുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്, ആ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഉള്ള ടൂർണമെന്റ് കമ്മിറ്റികൾ ഏതാണ്ട് 65ഓളം കമ്മിറ്റികളുണ്ട്. ഏതാണ്ട് 40ന്റെ മുകളിൽ വരുന്ന ടൂർണമെന്റുകൾ ഈ വർഷം നമ്മൾ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ടൂർണമെന്റുകളിൽ ഒരു ജില്ലയിൽ നിന്ന് ഒരു അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു പ്രോമിസിംഗ് താരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ ക്യാമ്പ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്തണം എന്നൊരു ആഗ്രഹം കൂടി നമ്മുടെ സംഘടനയ്ക്കുണ്ട്. സ്റ്റേറ്റ് സമ്മേളനത്തിൽ അതിൻ്റെ ഒരു അവസാന രൂപത്തിന് ഫോർമേഷൻ നമ്മൾ ഉണ്ടാക്കും.